Good morning. ഓക്കെ, കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ ഓക്കെ, എവിടെ എടുത്തേന്നൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മള് ആറാമത്തെ 6th മൊഡ്യൂളിലുള്ള എത്ര 6th ചാപ്റ്റർ അല്ലെ, 6ാമത്തെ ചാപ്റ്റർ ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽസ്. അതല്ലേ പറഞ്ഞത്? സി ഫോംസ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഞാൻ ആ പേജ് ഒന്ന് എടുത്തിടട്ടെ കേട്ടോ. ഓക്കെ സ്റ്റേജ് ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ പേജ് ഒന്ന് എടുക്കട്ടെ. 6ാമത്തെ ചാപ്റ്റർ അല്ലേ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫോം സി എന്ന 2ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതിനകത്ത് നെക്സ്റ്റ് നോക്കിയേ. എല്ലാവരും ടെക്സ്റ്റ് എടുത്തില്ലേ? ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണ്, ക്ലിയർ ആണ്? യെസ്. Okay, when should a host submit a form C or C forms? Form C എന്ന് പറഞ്ഞാലും C forms എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. അപ്പോ നമ്മൾ എപ്പോഴാണ് ഈ C ഫോം ഒരു ഹോസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഈ C ഫോം എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. Any person hosting a foreign guest for monetary consideration in India, even for a few hours, should submit സീഡ് ഫോം. അപ്പൊ ആരാണ് ഈ സീഡ് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്? ആരാണ്? എനി പേഴ്സൺ ഹോസ്റ്റിംഗ് എ ഫോറിൻ ഗസ്റ്റ്. ഫോറിൻ ഗസ്റ്റിന് ഹോസ്റ്റിംഗ് കൊടുക്കുന്ന, താമസ സ്ഥലം കൊടുക്കുന്ന, പൈസ ഇതായിട്ട് നമ്മൾ ഫോറിൻ ഗസ്റ്റുകൾക്ക് താമസ സ്ഥലം നൽകുന്ന ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയില് ഏതൊരു ഫോറിൻ ഗസ്റ്റിനും താമസം നൽകുന്ന, താമസ സൗകര്യം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും, അത് കുറച്ച് സമയമാണെങ്കിൽ പോലും, ഏതാനും മണിക്കൂർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ഫോം സി സബ്മിറ്റ് ചെയ്യണം. ഷുഡ് സബ്മിറ്റ് സി ഫോംസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഫോറിൻ ഗസ്റ്റിന് ഹോസ്റ്റിംഗ് കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും അത് കുറച്ച് സമയമാണെങ്കിൽ പോലും ഫോം സി സബ്മിറ്റ് ചെയ്യണം. The submission of C form and the maintenance of guest registers stems from the Foreigners Act 1946 and the Registration of Foreigners Rules 1992. ഇനി ഇതിന്റെ ഈ ഫോം സിയുടെ സബ്മിഷനും അതിന്റെ മെയിൻ്റനൻസ് ഓഫ് ഗസ്റ്റ് രജിസ്റ്റേഴ്സ് സ്റ്റെംസ്, ഗസ്റ്റ് രജിസ്റ്റേഴ്സ് സൂക്ഷിക്കുന്നതും അതിന്റെ മെയിൻ്റനൻസും സി ഫോമിന്റെ സബ്മിഷനും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കി? ഫോറിനേഴ്സ് ആക്ട് 1946, 1946 ഫോറിനേഴ്സ് ആക്ട് and registration of foreigners rules 1992. 1992 registration of foreigners rules അതുപോലെ foreigners act 1946 എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ സീഡ് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഈ ഫോം സി സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു ആക്ട് അനുസരിച്ച് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഗസ്റ്റുകളുടെ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും ഈ ആക്ട് പ്രകാരം, ഈ 2 ആക്ടുകളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ആ ഇയറും ആക്ടും ഒന്ന് നോക്കിക്കോളണം കേട്ടോ. ഫോറിനേഴ്സ് ആക്ട് 1946 ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫോറിനേഴ്സ് റൂൾ 1992. അത് പ്രകാരമാണ് ഈ ഗസ്റ്റിന്റെ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ സി ഫോമും സബ്മിറ്റ് ചെയ്യുന്നതും. This requirement extend across in India. ഇത് ഇന്ത്യയിലുടനീളം ഈ ഫോം സി സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ബാധകമായിട്ടുള്ള കാര്യമാണ്. ആരാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? നമ്മുടെ ഫോറിനേഴ്സ്. ഇന്ത്യയില് ഫോറിനേഴ്സിന് ഹോസ്റ്റിംഗ് കൊടുക്കുന്ന, താമസ സൗകര്യം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും ഫോം സി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് ഇന്ത്യയിലുടനീളം ഇത് ബാധകമായിട്ടുള്ള കാര്യമാണ്. ആൻഡ്
and apply to all the person to accommodate foreign guests for monetary consideration, including ഏതൊക്കെയാണെന്നൊക്കെ ഹോട്ടൽസില് താമസ സൗകര്യം കൊടുക്കുന്ന, ഗസ്റ്റ് ഹൗസില് ഫോറിനേഴ്സിന് ഗസ്റ്റ് ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നവര്, ലോഡ്ജിങ് ഹൗസസ് പ്രൊവൈഡ് ചെയ്യുന്നവര്, എല്ലാവർക്കും ഇങ്ങനെയുള്ള എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഫോം ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോ ഷെയർ ചെയ്തേക്കുന്ന ഓക്കെ ആണോ നോക്കിയേ? യെസ്, ഓക്കെ. ജസ്റ്റ് ഒന്ന് ഇത് സിസ്റ്റം ഓഫ് ആയി പോയതാണ് കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എവിടെ വരെയായിരുന്നു? അതായത് ഹോട്ടൽസില്, ഗസ്റ്റ് ഹൗസില്, ലോഡ്ജിങ് ഹൗസസിലൊക്കെ ഈ ഫോറിനേഴ്സിന് അക്കോമഡേഷൻ അക്കോമഡേറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഈ സി ഫോം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദ റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് could result in fines and imprisonment of up to 5 years. ഇനി ഈ സി ഫോം sorry, അതിനൊരു സെന്റൻസ് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ. The C-form mechanism helps the authorities locate and track foreigners in India to enhance the security and the safety. Okay, ഈ സി ഫോം എന്ന് പറഞ്ഞ ഈ സി ഫോം മെക്കാനിസം എന്തിനെ സഹായിക്കുന്നേ? അതോറിറ്റീസിനെ ലൊക്കേറ്റ് ആൻഡ് ട്രാക്ക് ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫോറിനേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാനും അവരെ ട്രാക്ക് ചെയ്യാനുമാണ് ഈ സി ഫോം മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി?
ടു എൻഹാൻസ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി അല്ലെ, അവർക്കുടെ സെക്യൂരിറ്റിക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോറിനേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ അവരെ ട്രാക്ക് ചെയ്യാനാണ് C4 മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണ് ആ സെന്റൻസ്? രണ്ട് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് കേട്ടോ. To locate and track foreigners in India. ഇന്ത്യയിലെ ഫോറിനേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാനും അവരെ ട്രാക്ക് ചെയ്യാനും എന്തിനു വേണ്ടി? To enhance security and safety. സേഫ്റ്റി സെക്യൂരിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി failure to comply with the reporting requirements could result in fines and imprisonment of up to 5 years. ഇനി ഈ എന്താ പറയാ, ഇത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ C4 ഇങ്ങനെ ഫോറിനേഴ്സിന് അക്കോമഡേഷൻ കൊടുത്തിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യുക, അപ്പൊ ആ സമയം അങ്ങനെ ചെയ്തിട്ട് എന്താണ് ഈ C4 സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? Could result in fines and imprisonment of up to 5 years. എന്ത് ഈ നിയമം ലംഘിച്ചാല് അവിടെ ഫൈൻ കൊടുക്കണം. അത് മാത്രം പോരാ, എന്താ 5 വർഷത്തെ തടവും ഇംപ്രിസൺമെന്റ് തടവും ലഭിക്കും. അപ്പൊ ഈ ഒരു നിയമം എന്താണ് എല്ലാവരും അത് പാലിക്കണമെന്നുണ്ട്. How can I get a C4? ഇനി C4 നമുക്ക് എങ്ങനെ കിട്ടുന്നേ? For C4 for address proof in India, please visit ഈ സൈറ്റ് താഴെ കൊടുത്തേക്കുന്ന സൈറ്റ് കണ്ടോ? ആ ഒരു സൈറ്റില് കയറുക, അത് ഫിൽ ഇൻ ദ അപ്രോപ്രിയേറ്റ്, അനുയോജ്യമായിട്ട് ആ സൈറ്റിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യുക. അങ്ങനെ നമുക്ക് ആ C4 കിട്ടും. ഇനി അടുത്ത നോക്കിയേ, മെഡിക്കൽ കൺസെന്റ് ഫോം. മെഡിക്കൽ കൺസെന്റ് ഫോം നമുക്ക് നമുക്കൊരു സമ്മതം കൊടുക്കുന്ന, ഇപ്പോ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് സമ്മതമാണ് എന്ന പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുന്നേ നമ്മളൊരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കൂലേ, സൈൻ ചെയ്ത് കൊടുക്കൂലേ? കൺസെന്റ് സമ്മത പത്രമാണ് അത്. ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ സമ്മതമാണ്, അതാണ് അതിനകത്ത് വരുന്നത്. മെഡിക്കൽ കൺസെന്റ് ഫോം. ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഇൻഫോംഡ് കൺസെന്റ് പ്രോസസ് ഈസ് ടു പ്രൊട്ടക്ട് ദ പേഷ്യന്റ്. ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. A consent form is a legal document that ensures an ongoing communication process between you and your healthcare providers. നിങ്ങളും നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് കൺസെന്റ് ഫോം. രണ്ട് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തെടുക്കണം നമ്മള്. പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെ എന്താണ് ആ മെഡിക്കൽ കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാൽ? എ കൺസെന്റ് ഫോം ഈസ് എ ലീഗൽ ഡോക്യുമെന്റ്. ലീഗൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. എന്ത് ഉറപ്പുവരുത്തുന്നു? എൻഷുവേഴ്സ് ആൻ ഓൺഗോയിങ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ആരൊക്കെ തമ്മില്? ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നിങ്ങളും നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉറപ്പുവരുത്തുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാട്ടോ. ഇനി അവിടെ നോക്കിയേ, ഒരു ഫോമാണ്, ഒരു മെഡിക്കൽ കൺസെന്റ് ഫോമാണ്. ആ ഒരു ഫോം തന്നെയാണ് തന്നേക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത് കേട്ടോ. ഡാഷ് ആൻഡ് എ. അപ്പൊ അവിടെ എന്താ? നമ്മുടെ പേര് എഴുതുക. ആരാണോ അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അവർക്കുടെ പേര് എഴുതുക. എന്നിട്ട് നോക്കിയേ, ഫാദർ നെയിമാണ് കേട്ടോ ആദ്യം. മെഡിക്കൽ കൺസെന്റ് ഫോം എന്താണ്? അവിടെ നമ്മൾ നെയിം എഴുതുക. പിന്നെ അടുത്തത് നോക്കിയേ, അവിടെ റിലേഷൻ ആണ്. ഇവിടെ ഡാഷ് ഓഫ്, കുട്ടിയുമായിട്ടുള്ള റിലേഷൻ. ഫാദർ ആണോ മദർ ആണോ ഇപ്പൊ ആരാണെന്നുള്ളത് ആ റിലേഷൻ എഴുതാം. അവിടെ നോക്കിയേ, അവിടെ ആ കുട്ടിയുടെ പേര്, ആരാണോ പേഷ്യന്റ് അയാളുടെ പേര് എഴുതാം. ഓഫ് ഡാഷ് കണ്ടോ? അവിടെ എന്താ നമ്മൾ എഴുതണേ? കുട്ടിയുടെ പേര് എഴുതുക. ബോൺ എന്നാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. കിട്ടിയോ? അപ്പൊ നമ്മുടെ പേര്, പിന്നെ റിലേഷൻ ആണ് എഴുതേണ്ടത് കേട്ടോ. രണ്ടാമത്തെ അവിടെ ഡാഷ് ഇട്ട് വെച്ചിട്ടില്ലേ? ഡാഷ് അല്ല, ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് എഴുതണം? റിലേഷൻ. ഇപ്പൊ ഞാനാണ് ഫിൽ ചെയ്യേണ്ട. എന്റെ കുട്ടിക്കാണെങ്കിൽ ഫാദർ മദർ എന്ന് എഴുതാം. അവിടെ ഫാദർ ആണെങ്കിൽ ഫാദർ എന്ന് എഴുതാം. ആ കുട്ടിയുമായിട്ടുള്ള റിലേഷൻ ആണ് എഴുതേണ്ടത് കേട്ടോ. കുട്ടിയുമായിട്ടുള്ള റിലേഷൻ എഴുതുക. പിന്നെ അതുപോലെ തന്നെ മദർ ആണോ ഫാദർ ആണോ ഏതാന്നുള്ള റിലേഷൻ എഴുതി. പിന്നെ അടുത്തത് ആ കുട്ടിയുടെ പേര് അവിടെ എഴുതണം. ബോൺ ഡാഷ് എന്നാണോ? അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം.
ഇനി hereby consent to the following medical care while said individual is under the care of dash of. അവിടെ നമ്മള് എവിടെയാണ് എന്നുള്ള പ്ലേസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. ഡാഷ് ഓഫ്, സിറ്റി ഓഫ്, സ്റ്റേറ്റ് ഓഫ്, ആ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ള 3 കാര്യങ്ങളും അവിടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്ലേസ് ആണ് അവിടെ എഴുതേണ്ടത്. എന്നിട്ട് അപ്പൊ അവിടെ എന്താണ് നമ്മള് പറയുന്നതാണ് ഇവരുടെ സംരക്ഷണത്തിലായിരിക്കുമ്പോൾ ഈ താഴെ പറയുന്ന മെഡിക്കൽ കെയർ, അതിന് ആ മെഡിക്കൽ കെയർ കുട്ടിക്ക് നൽകാൻ എന്താ ഞാൻ പൂർണ്ണമായിട്ടുള്ള അനുവാദം നൽകുന്നു. കണ്ടോ, എന്റെ ഒരു അധികാരത്തില് നമ്മുടെ സംരക്ഷണയിലായിരിക്കുമ്പോൾ താഴെ പറയുന്ന കുറച്ച് മെഡിക്കൽ കെയർ അവിടെ കൊടുത്തിട്ടില്ലേ, ആ താഴെ പറയുന്ന മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്താൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അനുവാദം നൽകുന്നു എന്നും പറഞ്ഞു എന്നാണ് എഴുതിയേക്കുന്നത്. എന്നിട്ട് അവിടെ ഇതാ എക്സ്റേ എക്സാമിനേഷൻ ആണെങ്കിൽ അനസ്തെറ്റിക്സ്, പിന്നെ മെഡിക്കൽ സർജിക്കൽ ഓർ ഡെന്റൽ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്, ഹോസ്പിറ്റൽ കെയർ, അതേഴ്സ് മറ്റുള്ള ഏതൊക്കെയാണെന്ന് വെച്ചുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ് ഈ ഇതൊക്കെ ചെയ്യാനായിട്ട് സമ്മതമാണ്. അപ്പൊ അതിൽ ഏതാണോ നമുക്ക് പറഞ്ഞേക്കുന്നത് അവിടെ ടിക്കിടുക. അപ്പൊ അതിന് പൂർണ്ണമായിട്ടും അനുവാദം നൽകുന്നു. ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സമ്മതമാണെന്നുള്ള രീതിയിൽ നമ്മൾ അത് ഏതാന്ന് വെച്ചത് അവിടെ കൊടുക്കും. ഇപ്പൊ എക്സ്റേ എക്സാമിനേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ടിക്കറ്റ് കൊടുക്കാം. മെഡിക്കൽ സർജിക്കൽ ഓർ ഡെന്റൽ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അവിടെ ഏതാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കെയർ ഏതാണെന്ന് വെച്ചാൽ അത് ഇതിൽ വരാത്ത ഏതെങ്കിലും ആണെങ്കിൽ അതും കൊടുക്കാം. ഇനി അവിടെ നോക്കിയേ, ഇനി നമുക്ക് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ എന്തുകൂടി അവിടെ എഴുതണം, ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനി ഏതാണ്, ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് എഴുതുക, പോളിസി നമ്പർ എഴുതുക, ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് ആണെന്നുള്ള കാര്യം അവിടെ എഴുതുക. അതിന്റെ തൊട്ട് താഴെ ഈ ആപ്ലിക്കബിൾ അവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് ബാധകമാണെങ്കിൽ മാത്രം നമ്മൾ അത് ഫില്ല് ചെയ്താൽ മതി. ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്, നമുക്കത് ബാധകമാണെങ്കിൽ മാത്രം അത് 3 നമ്മൾ ഫില്ല് ചെയ്യണം. ഇനി the undersigned shall be liable and agree to pay all the cost and expenses incurred in connection with such medical and dental services rendered. Should it be necessary for the undersigned to return home, the undersigned shall assume all the transportation cost. ഇനി ഈ ട്രീറ്റ്മെന്റ് നമ്മൾ ആരാണോ, ഇപ്പൊ മദറാണോ ഫാദർ ആണോ, ആ രക്ഷിതാവ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എല്ലാ ചിലവുകളും നൽകാൻ ബാധ്യസ്ഥരാണ്. എല്ലാ കോസ്റ്റും നൽകാൻ ബാധ്യസ്ഥരാണ്. ഈ ട്രീറ്റ്മെന്റുമായിട്ട് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റുമായിട്ട് എത്ര കോസ്റ്റുകൾ മെഡിക്കൽ കോസ്റ്റ് എത്രയാന്ന് വെച്ചാൽ അത് നൽകാൻ ബാധ്യസ്ഥനാണ്. ഇനി എന്താണ്, ഷുഡ് ബി നെസസറി ഫോർ അണ്ടർസൈൻഡ് ടു റിട്ടേൺ ദ ഹോം. ഇനി വീട്ടിലേക്ക് ആ കുട്ടി മടങ്ങി വരേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആര് തന്നെ വഹിക്കണം, രക്ഷിതാവ് തന്നെ വഹിക്കണം. കേട്ടോ, വീട്ടിലേക്ക് മടങ്ങേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും രക്ഷിതാവ് തന്നെ വഹിക്കേണ്ടതാണ്. ക്ലിയർ ആയോ? അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ അവിടെ പറഞ്ഞേക്കുന്നത്. ഇതിപ്പോ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചത് മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ദിസ് ഓതറൈസേഷൻ ഈസ് എഫക്റ്റീവ് ഫ്രം ഡാഷ് ടു ഡാഷ്. ഇത് ഇനി ഇവിടെ എന്ന് മുതൽ എന്ന് വരെയാണ് ആ ഒരു അനുമതി. അതിനുള്ള ഡ്യൂറേഷൻ ഇല്ലേ, ഈ കൺസെന്റ് ഫോം ഏത് രീതി മുതൽ അല്ലെങ്കിൽ ഏത് ഡേറ്റ് മുതൽ എന്ന് വരേക്കും എന്നുള്ള കാലാവധി, ആ ഡ്യൂറേഷൻ ആണ് അവിടെ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ടു ഫ്രം എത്ര മുതൽ ടു എത്ര വരെ, ആ ഡേറ്റുകളാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കി, ഇവിടെ എന്താ, നെയിം ഓഫ് പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ, പേരന്റിന്റെ പേര് എഴുതുക. കണ്ടോ, അടുത്ത താഴെ നോക്കി, സിഗ്നേച്ചർ ഓഫ് ദ പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ, അവർക്കൊരു സിഗ്നേച്ചറും കൊടുക്കുക. ഇനി അവിടെ ഒരു വിറ്റ്നസ് വേണം, സാക്ഷി വേണം. കണ്ടോ, ആ സാക്ഷിയുടെ പേര്, വിറ്റ്നസിന്റെ സിഗ്നേച്ചർ കൊടുക്കുക. ഇനി എന്താണ് ലാസ്റ്റ് ചെയ്തേണ്ട ഡേറ്റ് എന്നാണെന്നുള്ള ഡേറ്റ് കൊടുക്കുക. അതാണ് ഒരു മെഡിക്കൽ കൺസെന്റ് ഫോമിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ആ ഫോം. നിങ്ങൾ ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഹോസ്പിറ്റലില് എന്താ പറയാ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റോ പ്രൊസീജിയറോ കാര്യങ്ങളോ ചെയ്തെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ട്? പ്രീത നായർ എവിടെ ഇട്ടേണ്ട, പ്രീതക്കുട്ടി ഇട്ടേണ്ട 20 അല്ലേ?
20th ബാച്ചിലാണ് പ്രീത തന്നിട്ടുണ്ട്. ഞാനും അച്ഛന്റെ ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനും ഇതുപോലെ ഒരു ഫോം സൈൻ ചെയ്ത് കൊടുക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അജ്മിന ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെ കുറച്ച് ട്രീറ്റ്മെന്റും അവിടെ പറയുന്നുണ്ട്. X-ray examination, anesthetics, medical, surgical or dental diagnosis or treatment, hospital care, others. ഇതിൽ ഉൾപ്പെടാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടി. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡിസ്ചാർജ് സമ്മറിയാണ്. ഇനി അത് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം എന്താ ഹോസ്പിറ്റലിൽ അത് കിടന്ന് പോരാൻ നേരത്ത് നമുക്കൊരു ഡിസ്ചാർജ് സമ്മറി വരും അല്ലേ? ചിലപ്പോ ഒരു ഷീറ്റ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാർഡ് പോലെ ഇതാക്കിയിട്ടാകാം അല്ലെ, ഒരു ഫയല് പോലെ ആകാം നമുക്ക് ആ ഡിസ്ചാർജ് സമ്മറി തരുന്നത്. അപ്പൊ നമുക്കറിയാം എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പോരുന്ന സമയത്താണ് നമുക്കിത് തരുന്നത്. ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഡിസ്ചാർജ് സമ്മറി തരുന്നത് അല്ലെ. A discharge summary is a handover document. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ, ഇങ്ങനെ തന്നെ ചോദിക്കാം. ഡാഷ് ഈസ് എ ഹാൻഡ് ഓവർ ഡോക്യുമെന്റ്. ഹാൻഡ് ഓവർ ചെയ്യുന്ന അല്ലെ, നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ ഹോസ്പിറ്റല് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരില്ലേ അല്ലെ, നമ്മുടെ കൈകളിലേക്ക് തരുന്ന ഒരു കാര്യമാണ്. ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ്. എക്സ്പ്ലെയിൻ, ഇതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? ടു എനി അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വൈ ദ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ്. അതിൽ എന്തുണ്ടാവും, എന്ത് എഴുതിയിട്ടുണ്ടാവും? എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയത്, അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് എന്താ സുഖമാണെന്നുള്ളത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഡോക്ടർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ് അല്ലെ. ആ ഡോക്ടറിന്റെ സിഗ്നേച്ചർ ഉണ്ടാവും. നമ്മൾ ഏത് ഡോക്ടറിനെയാണ് കണ്ടത്, ആ ഹെൽത്ത് കെയർ പ്രൊഫഷണല് എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റ് അഡ്മിറ്റ് ആയത്, അല്ലെങ്കിൽ ആ രോഗം എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. What has happened to them in hospital. ഇനി ആ ഹോസ്പിറ്റലില് അവന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തത്. And all the information they need to pick up the care of that patient quickly and effectively. ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പേഷ്യന്റിനെ ഒക്കെ വേറെ എങ്ങോട്ടേക്ക് റെഫർ ചെയ്യുകയൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ വേറൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോ എളുപ്പത്തിനും ഫലപ്രദമായിട്ടും ആ മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് നമുക്ക് ഈ ഫോം ഹെൽപ്പ് ചെയ്യും അല്ലെ. ഒന്നും അറിയില്ലാതെ വേഗം നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് മാത്രം ഓടിച്ചെന്ന ആ ഒരു വേറൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അറിയാൻ പറ്റില്ല അല്ലെ. എന്ത് അസുഖമായിരുന്നു, എന്തൊക്കെ മെഡിസിൻസ് ആ കഴിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെയുള്ളത് അറിയില്ല. എന്നാൽ നമ്മൾ ആ ഡിസ്ചാർജ് സമ്മറിയോടുകൂടി ചെല്ലുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ആ സമ്മറി വായിച്ചു നോക്കിയാൽ ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ മറ്റൊരു ഹെൽത്ത് കെയറിന് ആ പേഷ്യന്റിന്റെ പരിചരണം, ആ കെയർ പെട്ടെന്ന് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റും അല്ലെ. ഫലപ്രദമായിട്ട് കാര്യക്ഷമമായിട്ടൊക്കെ ഏറ്റെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വിവരങ്ങളും ഈ ഡിസ്ചാർജ് സമ്മറിയിലുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താണ് ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയത്, ആ കാരണം, അതായത് എന്ത് രോഗമാണെന്നുണ്ടാവും, പിന്നെ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്താണത്, ഈ ഡിസ്ചാർജ് സമ്മറി എന്തിനും കൂടി സഹായിക്കും. ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പൊ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ വേറൊരു ഡോക്ടറിന് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഡോക്ടറിന് ഈ ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ പേഷ്യന്റ് ആ ഒരു കെയറിലേക്ക് അല്ലെ അവരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ, ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേഗത്തിൽ തന്നെ എന്താണ് പ്രവേശിക്കാൻ അവർക്ക് അതിനുള്ള ഒരു ഇൻഫർമേഷനും ഈ ഡിസ്ചാർജ് സമ്മറി കൊടുക്കും. എല്ലാ വിവരങ്ങളും അല്ലെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഫലപ്രദമായിട്ട് വേഗത്തിലും ഏറ്റെടുക്കാം. അല്ലെങ്കിൽ ആദ്യം മുതൽ ഡോക്ടറിന് ചെക്ക് ചെയ്ത് നോക്കേണ്ട വരൂലേ, എന്താണെന്ന് രോഗം കണ്ടുപിടിച്ചു എന്നിട്ട് ഒക്കെ, അപ്പൊ കുറെ സമയം അവിടെ വേസ്റ്റ് ആയി പോകും. ഈ ഡിസ്ചാർജ് സമ്മറി ഉണ്ടെങ്കിൽ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി അതിൽ നിന്ന് കിട്ടി ഇല്ലേ, അപ്പൊ വേഗത്തില് ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റും. ക്ലിയർ ആണ്? അവിടെ ആ ഒരു സെന്റൻസ് ആയിട്ട് തന്നേക്കുന്നത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ്. ഒറ്റ സെന്റൻസേ ഉള്ളൂ, അത് ഫുൾ അണ്ടർലൈൻ ചെയ്തിടുക. ഇനി അടുത്തത് നോക്കിയേ,
എന്തൊക്കെയാണ് കമ്പോണൻസ്? ഒരു ഡിസ്ചാർജ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറിയിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറി എന്തൊക്കെയാന്ന് നോക്കിയ കമ്പോണൻസ്. റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. എന്താ ഇനി ഹോസ്പിറ്റലൈസേഷൻ ആകാനുള്ള റീസൺ, എന്ത് കാരണം കൊണ്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത്, എന്ത് രോഗാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യൻസ് പ്രൈമറി പ്രസന്റിംഗ് കണ്ടീഷൻ ആൻഡ് ഓർ. ഉണ്ടോ എന്താ പറഞ്ഞേക്കുന്ന? ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനുള്ള റീസൺ, ഹോസ്പിറ്റലൈസേഷൻ ആകാനുള്ള റീസൺ ഉണ്ടാവും. പിന്നെ എന്താ? ഡിസ്ക്രിപ്ഷൻ അല്ലെ? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ് പ്രൈമറി പ്രസന്റിംഗ് കണ്ടീഷൻ. ഇപ്പോഴത്തെ ആ കണ്ടീഷനില് നമ്മൾ എന്താണ് ആ പേഷ്യന്റിന് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ, അതായത് എന്തൊക്കെ മരുന്നുകളാണ് ഇപ്പൊ കൊടുക്കുന്നത്, എന്തൊക്കെയാണോ പ്രസന്റ് സ്റ്റേറ്റില് എന്തൊക്കെ മെഡിസിൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത്, അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. പിന്നെ അടുത്തത് ആ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യം ഉണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ് പ്രൈമറി പ്രസന്റിംഗ് കണ്ടീഷൻ, ഇപ്പൊ നിലവിലുള്ള കണ്ടീഷൻ എന്താണ് അതിന്റെ ഒരു ഇതുണ്ടാകും. പിന്നെ അടുത്തത് സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്, അത് അവർക്ക് കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്. അപ്പൊ പരിശോധനയിൽ നിന്നും നമുക്ക് കണ്ടെത്തിയ വിവരങ്ങൾ എന്താണ്, ആ ഒരു ഡിസീസ് എന്താണെന്ന് കണ്ടുപിടിച്ചല്ലോ, അതൊക്കെ എന്താണെന്നുള്ളത്. പ്രൊസീജിയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്, അവിടെ എന്തൊക്കെ പ്രൊസീജിയർ ട്രീറ്റ്മെന്റുകളാണ് ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്തത്. പേഷ്യന്റ് ഡിസ്ചാർജ് കണ്ടീഷൻ, ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്. Then patient and family instructions as appropriate. Appropriate ആണ് ഈ നമ്മൾ ആ പേഷ്യന്റിന്റെയും അതുപോലെ നമുക്ക് അവരുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അതും ഉണ്ടാവും അല്ലെ. ഫോളോ അപ്പ് പോലെ വീട്ടിൽ ശേഷം ചെയ്യേണ്ട കാര്യങ്ങള്, കഴിക്കേണ്ട മരുന്നുകള് എന്നീ കാര്യങ്ങളെ കുറിച്ച് പേഷ്യന്റിനും അവരുടെ ഫാമിലിക്കും നിർദ്ദേശങ്ങൾ കൊടുക്കും. അവർക്ക് അനുയോജ്യമായിട്ടുള്ള അങ്ങനെ പറഞ്ഞു തരാറില്ലേ, മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടതും എന്തൊക്കെ ഫോളോ അപ്പ് കെയറുകൾ, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അവര് പറയണ്ടാവും. Then attending physician signature, ലാസ്റ്റ് എന്തും കൂടി ഉണ്ടാവും അവിടെ. ഏത് ഫിസിഷ്യൻ ആണ് നമ്മൾ നോക്കിയത്, ഏത് ഡോക്ടർ ആണ് നോക്കിയത്, ആ ഡോക്ടറിന്റെ സിഗ്നേച്ചറും ഉണ്ടാകും. അപ്പൊ ഇത്രയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഡിസ്ചാർജ് സമ്മറിയിലുള്ള കമ്പോണൻസ്. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം. ഹോസ്പിറ്റലൈസേഷൻ ആകാനുള്ള റീസൺ, പിന്നെ ഡിസ്ക്രിപ്ഷൻ ആണ്, വിവരങ്ങളാണ്, പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള വിവരങ്ങള്. പിന്നെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്, അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിൽ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകള്. പിന്നെ അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള പ്രൊസീജിയർ ട്രീറ്റ്മെന്റുകള്, പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്, പേഷ്യന്റിനും ഫാമിലിക്കും കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങള്, അതായത് എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ വീട്ടിൽ ചെന്നാലും എന്തൊക്കെ മെഡിസിൻസ് കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അറ്റൻഡിങ് ഫിസിഷ്യൻ സിഗ്നേച്ചർ, അവര് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫിസിഷ്യന്റെ സിഗ്നേച്ചർ എന്താണ്. ഓക്കെ, അറ്റൻഡിങ് ഫിസിഷ്യൻ സിഗ്നേച്ചർ, ഫിസിഷ്യന്റെ സിഗ്നേച്ചർ വേണം. ഇനി അടുത്ത് നോക്കിയേ, ഫോർമാറ്റ് എന്താണ്. ഫോർമാറ്റ് ഓഫ് ഡിസ്ചാർജ് സമ്മറി, ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ ഫോർമാറ്റ്. ഇത് നോക്കിയേ, ഡിസ്ചാർജ് സമ്മറി കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ, നിങ്ങളുടെ കയ്യിലേക്ക് ഉണ്ടാവില്ലേ ഡിസ്ചാർജ് സമ്മറി. ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോന്നപ്പോ ഈ സംഭവം കയ്യിലില്ലേ, എന്തൊക്കെ കാര്യമുള്ളത് നോക്കിയേ. എന്തൊക്കെയാണ് ഉള്ളത്? ഫെസിലിറ്റി, ഫസ്റ്റ് നോക്കിയേ, ലോഗോ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ. മുകളിൽ നോക്കിക്കോട്ടോ. ഫോർമാറ്റ് ഓഫ് ഡിസ്ചാർജ് സമ്മറി ആണ് ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ ഫോർമാറ്റ്. ലോഗോ, ഹോസ്പിറ്റലിന്റെ ലോഗോ,
പിന്നെ നെയിം പേരുണ്ടാകും ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി അവിടെ ഉണ്ട് എന്താണ് സംഭവം, ഡിസ്ചാർജ് സമ്മറി ആണ്. അത് ഏതാണെന്നുള്ളത് ഉണ്ട്, ഡിസ്ചാർജ് സമ്മറി. ഇനി അവിടെ നോക്കിയ ഡിസ്ചാർജ് സമ്മറി കൊടുത്തിട്ട് ഫെസിലിറ്റി, ട്രീറ്റ്മെന്റ് ലഭ്യമാക്കിയിട്ടുള്ള വിഭാഗം, ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പേര് കേട്ടോ. ഏതാണ് ഫെസിലിറ്റി, എവിടെയാണോ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയത് അത് ആ ഒരു സെക്ഷൻ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അവിടെ പേരാണ്. പേഷ്യന്റിന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്. DOB എന്ന് പറഞ്ഞാൽ എന്താ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഡിസ്ചാർജ് സമ്മറിയിലൊക്കെ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ്, DOB എന്താ സ്റ്റാൻഡ് ചെയ്യണേന്ന് വേണമെങ്കിൽ ചോദിക്കാട്ടോ. DOB സ്റ്റാൻഡ്സ് ഫോർ ഇത് റിലേറ്റഡ് ടു ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട് DOB എന്ന് പറഞ്ഞാൽ എന്താ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ആൻഡ് ടൈം, ഡേറ്റ് ടൈം എപ്പോഴാണ്, ഏത് ഡേറ്റിലാണ്, ടൈം എപ്പോഴാണ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ. ഇനി ആ ഒരു അഡ്മിറ്റ് ആയിട്ടുള്ള ഡേറ്റ്, എന്താണ് അഡ്മിഷൻ ആയത്, ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, ഇനി എന്താ ഡിസ്ചാർജ് ആയത്, അത് 2 ഡേറ്റുകൾ. പിന്നെ ഡിസ്ചാർജ് ഡയഗ്നോസിസ്, പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ള രോഗങ്ങൾ, എന്തൊക്കെ രോഗങ്ങളാണ്, രോഗനിർണയങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്തത് നോക്കിയേ, അത് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് അവിടെ ഇതാ. പ്രൊസീജിയേഴ്സ് ആൻഡ് തെറാപ്പീസ്. ഇനി എന്തൊക്കെ പ്രൊസീജിയർ ആണ്, തെറാപ്പികൾ അല്ലെ, തെറാപ്പികൾ അത് അങ്ങനെയുള്ള എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത്. പിന്നെ കോംപ്ലിക്കേഷൻസ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സാധ്യത ഉണ്ടെങ്കിൽ അത്. കൺസൾട്ടേഷൻ ആരെയാണ്, കാർഡിയോളജിസ്റ്റ് ആണോ, ന്യൂറോളജിസ്റ്റ് ആണോ, ആരാണ് അവരെ കൺസൾട്ട് ചെയ്തത്, ആ കൺസൾട്ടേഷൻ എഴുതണം. പെർറ്റിനന്റ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്, പ്രശസ്തമായിട്ടുള്ള ആ പേഷ്യന്റിന്റെ ഹിസ്റ്ററി തന്നെയാണോ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെർറ്റിനന്റ് ഹിസ്റ്ററി, പ്രസക്തമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, അത് തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പേഷ്യന്റിന്റെ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററി എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ, ലക്ഷണങ്ങൾ അതൊക്കെ. പിന്നെ അടുത്തതാണ് ലാബാണ്. ലാബ്, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്. കണ്ടീഷൻ ഓഫ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ, ഏത് അവസ്ഥയിലാണ്, ഏതാണ് ആ കണ്ടീഷൻ. പിന്നെ ഡിസ്പോസിഷൻ, എന്താണ് ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ്, നമുക്ക് എന്താണ് പേഷ്യന്റിനെ എങ്ങോട്ടാ വിടുന്നത് കേട്ടോ, പേഷ്യന്റിനെ എങ്ങോട്ടാണ് വിടുന്നത്, അതായത് മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാണോ അല്ലെങ്കിൽ ഹോമിലേക്കാണോ, അതാണ് പറയുന്നത്. ഇനി ഡിസ്ചാർജ് ടു, ആരുടെ കൂടെയാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഡയറ്റ്. ഇനി അവര് കഴിക്കേണ്ട ഭക്ഷണക്രമം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഡയറ്റ്, കഴിക്കേണ്ട ആഹാര രീതികള്. പിന്നെ അടുത്തതാണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർ കൊടുത്തത്. DME എന്ന് പറഞ്ഞ ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്. ഇത് നോക്കൂ കേട്ടോ, ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് DME എന്ന് പറയുന്നത്. ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്, ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് എഴുതി വെച്ചോളാം കേട്ടോ. അത് DME, ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്. നമ്മള് വീട്ടിൽ ഇപ്പൊ പോയിട്ട് ചിലപ്പോ എന്തെങ്കിലും അവരെ വാക്കിംഗ് സ്റ്റിക്കോ വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടാവും, അത് കൊടുക്കാം, അത് ഇതാ. പിന്നെ ഹോം ഹെൽത്ത് സർവീസസ്, ഹോം ഹെൽത്ത് സർവീസസ്, വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഹെൽത്ത് സർവീസുകൾ അത്. പിന്നെ അടുത്തതാണ് ലാബ്. അതൊക്കെ നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഇനി എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ, ഇപ്പൊ നമ്മളോട് പറയില്ലേ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നോടെ വരാനായിട്ട്, അങ്ങനെ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ പോയതിന് ശേഷം ചെയ്യേണ്ട ലാബ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ F/U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അബ്രിവേഷൻ ആണ്. F/U എന്ന് പറഞ്ഞാൽ അതായത് ഫോളോ അപ്പ് ആണ് കേട്ടോ. ഫോളോ അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതൊന്ന് എഴുതി വെച്ചു, അത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. F/U എന്ന് പറയുന്ന ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ്, ഫോളോ അപ്പ്. F എന്ന് പറഞ്ഞ ഫോളോ, എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ്. പിന്നെ അടുത്തതാണ് മെഡിസിൻസ്. വീട്ടിൽ ചെന്ന ശേഷം കഴിക്കേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ്.
അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഡിസ്ചാർജ് സമ്മറിയിൽ വരുന്നത്. ഇതൊന്നും ഫുള്ള് ഡിസ്ചാർജ് സമ്മറികളൊന്നും മുഴുവനും ഒന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ട. അതിനകത്ത് ജസ്റ്റ് ഒന്ന് എന്താ നമ്മളെ /u എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് DOB എന്തിനാ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. പിന്നീട് DME എന്നുള്ളത് ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. അപ്പൊ അത്രയും കൂടി കഴിഞ്ഞ ഇതാ ഒരു ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ ഫോർമാറ്റ് ഓഫ് ഡിസ്ചാർജ് സമ്മറി. ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6ാമത്തെ ചാപ്റ്റർ ഏതാണ്? ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽ. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് വരുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. മൊഡ്യൂൾ എക്സാമിന് മോക്ക് ടെസ്റ്റുകളൊക്കെ നോക്കി അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, 6ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മള് നിങ്ങൾക്ക് എടുക്കാനുള്ളത് എത്രാമത്തെ? 8ാമത്തെ ചാപ്റ്റർ അല്ലെ? ഈ ഒരു ചാപ്റ്റർ കൂടിയല്ലേ നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ളൂ. ചാപ്റ്റർ കഴിഞ്ഞിട്ട് 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ എത്രയാന്ന് വെച്ചാൽ എടുത്ത കുട്ടികളൊന്ന് ഷെയർ ചെയ്തിട്ടോ കേട്ടോ. ചാപ്റ്റർ 8 ആണ്, ഹോസ്പിറ്റൽ പ്ലാനിംഗ് ആണ്. 190 ശ്രീജ കൃഷ്ണേന്ദു നിശേഖർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 119ാമത്തെ പേജ് ആണ് കേട്ടോ ടെക്സ്റ്റില്. ഹോസ്പിറ്റൽ പ്ലാനിംഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? ഹെഡിങ് നോക്കിയേ, ഹോസ്പിറ്റലിന്റെ ആസൂത്രണം. ഈ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമുള്ള കാര്യമാണോ? നമ്മളൊരു പ്ലാൻ ചെയ്യണം. നമ്മളത് നല്ലൊരു ആസൂത്രണം വേണം. ഒരു ഹോസ്പിറ്റല് എന്തെങ്കിലും കാണിച്ചു കൂട്ടി ചെയ്താൽ മതിയോ ഹോസ്പിറ്റല് ആന്ന് പറഞ്ഞിട്ട്? അല്ല, നമ്മളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. അത് ഒരു കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ വിജയത്തിലേക്ക് എത്തുന്നതിനും നല്ലൊരു ആസൂത്രണം വേണം. നമ്മളിപ്പോ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നേ? ഒരു പ്ലാൻ വരയ്ക്കുക അല്ലെ? അല്ലാതെ ആദ്യം തന്നെ വീട് പോയി കെട്ടുവാണോ ചെയ്യുന്നത്? എന്ത് ചെയ്യും? നമ്മളൊരു പ്ലാൻ വരയ്ക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാര്യം ഉൾപ്പെടുത്തും? അപ്പൊ നമ്മളൊരു പുതിയ വീട് നമ്മൾ പണിയാൻ പോകുക. ആദ്യം എന്താ? നമ്മളത് പ്ലാൻ ചെയ്യുക. അതിനുശേഷമാണ് വർക്കുകളിലേക്ക് പോകുന്നേ അല്ലേ? ഒരു പ്ലാൻ വരയ്ക്കും. അപ്പൊ നമ്മൾ അതിനു മുന്നേ നമ്മളൊരു പ്ലാൻ ചെയ്യും അല്ലെ? ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര ബെഡ്റൂം വേണം, ഇപ്പൊ ഒരു നില വീട് വേണോ, 2 നില വീട് വേണോ അല്ലേ? അത് നമ്മളൊരു പ്ലാനിങ് ആണ്. എത്ര ബെഡ്റൂം വേണം, കിച്ചൺ എത്ര വേണം അല്ലെ? ടോയ്ലറ്റുകൾ എങ്ങനെ വേണം, പുറത്ത് വേണോ അകത്ത് വേണോ അല്ലേ? നമുക്ക് ആ വീട്ടിലേക്ക് എന്തൊക്കെ ഫെസിലിറ്റി വേണമെന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അത് ഒരു പ്ലാൻ ആക്കി വരയ്ക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അത് ആ ഒരു ബിൽഡിങ് നമ്മൾ പണിയാൻ പോകുന്നത്. അല്ലാതെ ഓടിച്ചെന്ന ഒരു വീട് അങ്ങ് ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ ഒരു വീട് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം നമ്മൾ അത് പ്ലാൻ ചെയ്യേണ്ടത്. ഒരു പ്ലാനിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ? എല്ലാവരും ഒക്കെ വീടൊക്കെ പുതിയ വീടും ഒക്കെ പണിയുമ്പോ അല്ലേ നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവും. എത്ര റൂം വെക്കണം അല്ലെ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി ഇത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത് വേണം, അല്ലെങ്കിൽ എത്ര ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ പറയും മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങി നിൽക്കുന്നത് വീടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അത് പ്ലാൻ വരയ്ക്കാൻ കൊടുക്കുന്നത്. കൺസ്ട്രക്ഷൻ അവർക്കിടയിൽ എഞ്ചിനീയറിന്റെ പ്ലാൻ വരയ്ക്കാൻ നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മുടെ ഐഡിയാസ് പറയുമ്പോൾ അത് നമ്മുടെ ആ ഒരു രീതിക്ക് ഒപ്പിച്ച് അവരൊരു പ്ലാൻ ആക്കി തരും. അങ്ങനെയല്ലേ ചെയ്യണത്. അപ്പൊ ഒരു വീട് ഉണ്ടാക്കാൻ നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്യണോ, അപ്പൊ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അതുപോലെ തന്നെ ഒരു പ്ലാനിങ് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വെറുതെ ഓടിച്ചെന്ന് നമ്മൾ പണിയല്ല ചെയ്തത്. എന്ത് വേണം? അത് നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ, അതൊരു നല്ലൊരു ഇതിലേക്ക് എത്തുന്നതിന് ഫലപ്രദമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. ഒരു ഹോസ്പിറ്റല് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ അവിടെ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട വിഭാഗങ്ങള് ഏതൊക്കെയാണ്?
ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. കണ്ടോ, ഒരു പിക്ചർ കാണിച്ചേക്കുന്നുണ്ടോ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്. അപ്പൊ നമ്മള് ഇനിയിപ്പോ നിങ്ങളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലൊക്കെ ഒരു ഭാവിയിൽ ഒരു ഹോസ്പിറ്റലൊക്കെ നിർമ്മിക്കാൻ പോകുകയാണെങ്കിൽ കണ്ടോ, ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന് എന്തൊക്കെ സെക്ഷൻസ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തണം എന്ന് നോക്കിയേ. എന്തൊക്കെ വേണം? ഒരു OPD വേണം അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽ പേഷ്യന്റിന് ഡോക്ടറെ കണ്ടുപോകാനുള്ള ഒരു സൗകര്യം OPD വേണം. പിന്നെ കാഷ്വാലിറ്റി വേണം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വേണം, പത്തോളജി വേണം, ഫിസിയോതെറാപ്പി വേണം, ICU വേണം, ബ്ലഡ് ബാങ്ക് വേണം, ഓപ്പറേഷൻ തിയേറ്റർ വേണം. അപ്പോ ഒരു ഹോസ്പിറ്റല് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങള് നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. ഇത് മാത്രമല്ല നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ OPD എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധ സർവീസ് ആയല്ലോ OPD യിലുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇതെല്ലാം ഇല്ലേ, നമ്മൾ പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞേക്കുന്ന സംഭവങ്ങളെല്ലാം ഇല്ലേ നോക്കിയേ. ഇതിനകത്ത് ഏതെങ്കിലും ഇല്ലാത്തതുണ്ടോ? എല്ലാരും ഉണ്ട് അല്ലെ. ബ്ലഡ് ബാങ്ക്, ICU, ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലിൽ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലിൽ ചിലപ്പോ എന്നാലും ഉണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാരും ഉണ്ടാവും അല്ലെ. കാഷ്വാലിറ്റി ഉണ്ടാവും, റേഡിയോളജി ഉണ്ടാവും, പത്തോളജി ഉണ്ടാവും, ഫിസിയോതെറാപ്പി, ICU, ബ്ലഡ് ബാങ്ക്, ഓപ്പറേഷൻ തിയേറ്റർ, OPD. ഇതെല്ലാം നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ആസൂത്രണത്തില് വേണം. ഈ സെക്ഷൻസ് ഒക്കെ വേണം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വിഭാഗങ്ങളാണ്. ഇവിടെ ഇൻട്രൊഡക്ഷൻ നോക്കിയേ. The picture regarding medical care services in developing countries, including in India, can be described as chaotic. Chaotic എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അരാജകത്വമുള്ളതാണ്. അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ മെഡിക്കൽ കെയർ സർവീസസ് അതിന്റെ ഒരു പിക്ചർ എങ്ങനെയുള്ളതാണ്? ആ മെഡിക്കൽ കെയർ സർവീസിന്റെ അവസ്ഥ വളരെ മോശമാണെന്ന്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസില് മെഡിക്കൽ കെയർ സർവീസിന്റെ ഒരു ചിത്രം എങ്ങനെയാ? വളരെ മോശം അവസ്ഥയിലാണെന്ന്. ഒരു ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ബെഡ്സ് ആർ ഇൻഅഡിക്വേറ്റ്. അപ്പൊ ഇത് മോശമാണെന്ന് പറയാൻ എന്തൊക്കെയാണ് അവിടെ വരുന്ന കാരണങ്ങള്? ഹോസ്പിറ്റൽ ബെഡ്സ് ആർ ഇൻഅഡിക്വേറ്റ്. ആവശ്യത്തിന് ഹോസ്പിറ്റൽ ബെഡ് ഇല്ലാത്ത അവസ്ഥ അല്ലെ. അപ്പൊ മെഡിക്കൽ കെയർ സർവീസ് മോശമാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് ബെഡ് ഇല്ല. The hospitals are located far away from the communities which needed them. ഈ സർവീസ് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അവിടെ നിന്ന് ഹോസ്പിറ്റല് ഒത്തിരി ദൂരെയാണ് ലൊക്കേഷൻ. ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ എങ്കിൽ അതും നമ്മൾ എന്താ പറയാ, നമുക്കത് ഒരു മോശ അവസ്ഥയല്ലേ. പ്രത്യേകിച്ച് പറയാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ റൂറൽ ഏരിയാസ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളില്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ ഒരു സിറ്റിയിലെ കാര്യം അങ്ങനെ ടൗൺ അല്ല പറയുന്നത്. ഒരു ഗ്രാമപ്രദേശങ്ങളില് ആ ഫെസിലിറ്റി ആവശ്യമായിട്ടുള്ളവരുടെ അടുത്ത് നിന്നും എന്താണ് ഒരുപാട് ദൂരെയാണ് ഈ ഹോസ്പിറ്റലെങ്കിൽ ആവശ്യക്കാരായിട്ടുള്ള സാധാരണ ആളുകളിൽ നിന്നും വളരെ അകലെയാണ് ഈ ഹോസ്പിറ്റലെങ്കിൽ അതൊരു മോശം കാര്യല്ലേ അല്ലെ. മെഡിക്കൽ സർവീസ് മോശം എന്ന് പറയാൻ പാടില്ലേ. and most crowded in town and cities. കണ്ടോ, അപ്പൊ സിറ്റീസിലും ടൗണിലും ഒക്കെ എങ്ങനെയാ? ഭയങ്കര ക്രൗഡാണ്. ഒരുപാട് ഹോസ്പിറ്റൽസ് ഇല്ലേ. അപ്പൊ സിറ്റിയിലും ടൗണിലും ഒക്കെ മുട്ടിന് ഒരുപാട് ഹോസ്പിറ്റലുകള്. എല്ലാ കമ്മ്യൂണിറ്റീസ് സാധാരണ ആളുകൾ അല്ലെങ്കിൽ റൂറൽ നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ഹോസ്പിറ്റലിൽ ഒത്തിരി ദൂരെയാണ്, അവിടെ ഹോസ്പിറ്റൽ ഇല്ല. ഇതൊക്കെ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന ഡെവലപ്പിംഗ് കൺട്രീസില് ഈ മെഡിക്കൽ കെയർ സർവീസ് മോശമാണെന്ന് പറയാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് അല്ലെ. ആൻഡ് ഹെവിലി ബയാസ്ഡ് ഇൻ ഫേവർ ഓഫ് അർബൻ പോപ്പുലേഷൻ. അപ്പോൾ മെഡിക്കൽ കെയർ സർവീസ് ആരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാ? ആരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്? അർബൻ പോപ്പുലേഷൻ. അർബൻ എന്ന് പറഞ്ഞാൽ നഗരപ്രദേശങ്ങളില്. അപ്പൊ നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്, ബയാസ്ഡ്, അവരെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ, അവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഈ മെഡിക്കൽ സർവീസ്, മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്. മെഡിക്കൽ കെയർ സർവീസ് എന്താണ്? ആ നഗരപ്രദേശങ്ങളിലെ ആളുകൾക്ക് കൂടുതൽ കിട്ടുന്ന രീതിയിലാണെന്ന്.
അപ്പൊ ഇതെല്ലാം ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ? ഈക്വലി പോലെയെങ്കിലും വരണ്ടേ? നഗരപ്രദേശങ്ങളിലുള്ള സൗകര്യങ്ങൾ പോലെ അത്രയും ഹോസ്പിറ്റലുകൾ പോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ സാധാരണ ആളുകൾക്കും ഒരു മെഡിക്കൽ സർവീസ്, കെയർ സർവീസ് കിട്ടണ്ടേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ പ്ലാനിങ്ങില് ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് ഏതാണ്, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസില് ഈ ഹെൽത്ത് മെഡിക്കൽ കെയർ സർവീസ് മോശം അവസ്ഥയാണെന്ന് പറയാൻ കാര്യം. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അവിടെ പറയുന്ന കാരണം എന്തൊക്കെയാ? ആവശ്യത്തിന് ബെഡില്ല, ഹോസ്പിറ്റലിൽ ബെഡില്ല, അത് നമുക്ക് പറയാം ഹോസ്പിറ്റലില് ഒരു മോശാവസ്ഥയാന്ന് പറയാം. പിന്നെ അതുപോലെ നമ്മുടെ ഈ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഒക്കെ ഹോസ്പിറ്റൽസ് ഒത്തിരി ദൂരെ ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, ഈ അർബൻ പോപ്പുലേഷനെ അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ? അവര് ബയാസ് ചെയ്തിട്ടുണ്ട്, അവരോട് ഒരു പശ്ചാത്തലം നമ്മള് കാണിക്കുന്ന രീതിയിൽ, അതായത് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്ലാനിങ് മോശമാണെന്ന് പറയാൻ പറ്റും നമുക്ക്. As a result, ഇതിന്റെ ഫലമായിട്ട് നോക്കിയേ, although the average national bed population ratio is less than 0.8 beds per 1000 population. Okay, average national bed population ratio എത്ര പറയുന്നത്? 0.8 beds ആണ് per എത്ര പേർക്ക്? 1000 populationല്. 1000 ജനങ്ങൾക്ക് എത്രയാണ്? 0. ബെഡ് കുറവ്, ഈസ് ലെസ് ദാൻ എന്നാണ് പറഞ്ഞേക്കണേ. ഈസ് ലെസ് ദാൻ എന്നതിലും താഴെയാണ് ആ ബെഡ് പോപ്പുലേഷൻ. As it is high as 2.5 beds per 1000 population in metropolitan cities like centers like Delhi and Mumbai. Delhi, Mumbai തുടങ്ങിയ മെട്രോപൊളിറ്റൻ സിറ്റീസില്, അതായത് ആ സെന്റേഴ്സില്, അവിടെ ഡൽഹിയിലും മുംബൈയിലും അവിടെയൊക്കെ എത്രയും പറഞ്ഞേക്കണേ? 1000 പോപ്പുലേഷനിൽ എത്രയാ? 2.5 ബെഡ്സ്. അപ്പൊ അവിടെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്ലാനിങ് അതിനൊരു വ്യത്യാസം വന്നില്ല അവിടെ അല്ലെ? ഡൽഹി, മുംബൈ തുടങ്ങിയ ആ സിറ്റീസിലൊക്കെ 1000 പോപ്പുലേഷനിൽ 2.5 ബെഡ്സ് എന്നാണ്. എന്നാലോ നമ്മുടെ സാധാരണ ഇത് ആളുകളിൽ വരുമ്പോഴോ 1000 പോപ്പുലേഷന് എത്രേ വരുള്ളൂ? 0.8 ബെഡിൽ താഴെ വരുള്ളൂ. As low as 1 bed per 3,700 to 14,000 population in rural and tribal areas in India. ഇനി ഇന്ത്യയിലെ റൂറൽ ഗ്രാമപ്രദേശത്തുള്ള ട്രൈബൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗോത്രവർഗ അല്ലേ? ആദിവാസി ഗോത്രവർഗങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള ഏരിയയിൽ നോക്കി 3700 മുതൽ 14,000 ആളുകൾക്ക് കണ്ടോ? അവർക്കിടയിൽ ആ ബെഡ് പോപ്പുലേഷൻ എങ്ങനെയാ? കുറഞ്ഞു തന്നെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലോ as low as 1 bed. അവർക്ക് എത്രയാ പറഞ്ഞേക്കണേ? ആ ബെഡ് എത്രയാ? 1 ബെഡ് ഉള്ളൂ. അതുകൂടി പറയാം കേട്ടോ. 1 bed per 3,700 to 14,000 പോപ്പുലേഷന് എത്ര? 1 ബെഡ്. അപ്പൊ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ നമുക്ക് അവിടെ അല്ലെ? ട്രൈബൽ റൂറൽ പോപ്പുലേഷന് അങ്ങനെയുള്ളവർക്ക് 3700 മുതൽ 14,000 ആളുകൾക്ക് എത്രയാ? 1 ബെഡാണ്. 1 ബെഡ് പറഞ്ഞേക്കുന്നത്. ഇനി ഡൽഹി, മുംബൈ പോലെയുള്ള സിറ്റീസില് എത്രയാണ്? 1000 പോപ്പുലേഷനിൽ അവിടെ 2.5 ബെഡ് പറയുന്നുണ്ട്. ഇനി അല്ലാതെ നമുക്ക് പറഞ്ഞേക്കുന്നത് എത്രയാ? സാധാരണ അവറേജ് ആളുകളില് പോപ്പുലേഷന് 1000 പേർക്ക് 0.8, അതിൽ ലെസ് ദാൻ, അതിന് കുറവാണ് ബെഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു വ്യത്യാസം ഉണ്ട് അവിടെ. Where there is inadequate medical care in rural area, there is also surfeit of care in some places. Surfeit എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് നൽകുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. അപ്പോ where there is inadequate medical care in rural area, rural ഏരിയയില് അധികം എന്താണ്? inadequate, ആവശ്യത്തിന് ഇതില്ല, മെഡിക്കൽ കെയർ ഇല്ല. ആൻഡ് ഓൾസോ surfeit of care in some places. എന്നാൽ ചില സ്ഥലങ്ങളിൽ എന്താണ്? അമിതമായിട്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? റൂറൽ ഏരിയയിൽ കുറവുള്ളൂ.
മെഡിക്കൽ കെയർ റൂറൽ ഏരിയയിൽ കുറവും, എന്നാൽ ചില സ്ഥലങ്ങൾ, അതായത് നമ്മൾ സിറ്റി ടൗൺ ഒക്കെ ഉദ്ദേശിക്കുന്നത്, ചില പ്ലേസിൽ എന്താണ് അമിതമായിട്ട് കെയറും കൊടുക്കുന്നുണ്ട്. Specialist services are concentrated in urban centers and there is duplication of services in many others. Health service, special service are concentrated in urban centers. നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് സ്പെഷ്യലിസ്റ്റ് സർവീസുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന്. Where and there is duplication of services in many others. അതായത് ഈ പല സ്ഥലങ്ങളിലും നമ്മൾ അർബൻ സെന്റേഴ്സില് ഈ സ്പെഷ്യൽ സർവീസിന് അവർക്ക് അത് കൂടുതൽ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അത് നമുക്കിപ്പോ തന്നെ നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ അധികം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവണമെന്നില്ല ഹോസ്പിറ്റലില്. അപ്പോ അത് ആർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാ, ആർക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെയാ, അർബൻ സെന്റേഴ്സിന് അനുകൂലമായ രീതിയിലാണ് ഹെൽത്ത് സർവീസ് കൊടുക്കുന്നത്. അതായത് നഗരങ്ങളില് അവർക്ക് കൂടുതൽ സ്പെഷ്യലിസ്റ്റ് സർവീസുകൾ കിട്ടുന്ന രീതിയിലാണെന്ന് ആയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത് ഹോസ്പിറ്റൽ പ്ലാനിങ്ങില് അതും ഒരു മോശമായിട്ടുള്ള കാര്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. There are many reasons for the current state of affairs. ഇപ്പൊ ഇന്ന് നിലവില് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, അതിൽ നിന്ന് ഒരു കൺക്ലൂഷൻ എന്താ, നിലവില് ഒരു മോശം അവസ്ഥയാണ്, നമ്മുടെ മെഡിക്കൽ കെയർ ഒരു മോശം അവസ്ഥയിലാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഇവിടെ തന്നെ ഒരു പാർഷ്യാലിറ്റി പോലെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഒരു നിലവില് മോശം അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് പല കാരണങ്ങളുണ്ട്. ആൻഡ് ആബ്സെൻസ് ഓഫ് എ റിയലിസ്റ്റിക് നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ ഇപ്പൊ നമ്മള് മോശം അവസ്ഥയാണ് പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോ മെഡിക്കൽ കെയർ ഒരു മോശമായിട്ടുള്ള അവസ്ഥയാണ്. അതിന്റെ പല കാരണങ്ങളാണ് പറയുന്നത്. ആൻഡ് ആബ്സെൻസ് ഓഫ് റിയലിസ്റ്റിക് നാഷണൽ ഹെൽത്ത് പോളിസി. എന്തില്ല, ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഇല്ലാത്തത്. ആബ്സെൻസ് ഓഫ് നാഷണൽ റിയലിസ്റ്റിക് നാഷണൽ ഹെൽത്ത് പോളിസി. അതായത് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പോളിസി ഇല്ല, അതിന്റെ കുറവ്. പിന്നെ ഹബ്സാഡ് എന്ന് പറഞ്ഞാൽ ആസൂത്രിതമല്ലാത്തത്. ഹബ്സാഡ് മെഡിക്കൽ കെയർ പ്ലാനിങ്, ആസൂത്രിതമല്ലാത്ത മെഡിക്കൽ കെയർ പ്ലാനിങ്, അതും ഈ ഒരു നിലവിലെ മോശാവസ്ഥയ്ക്ക് കാരണമാണ്. പിന്നെ ആൻഡ് ഇൻഅഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. പിന്നെ എന്താണ്, ആവശ്യത്തിന് ഫണ്ട് ഇല്ലാത്തത്. Inadequate availability of funds for health sectors are the main reason. അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിലെ മോശം അവസ്ഥയ്ക്ക് പറയുന്ന കാരണം ഏതൊക്കെയാ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്തൊക്കെയാ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ, എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ നിലവിലുള്ള ആ മെഡിക്കൽ കെയറിന് മോശമാക്കാനുള്ള നിലവിലുള്ള മോശം അവസ്ഥയ്ക്ക് കാരണം എന്താണ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഇല്ലാത്തത്, അതിന്റെ ഒരു ആബ്സെൻസ്. പിന്നെ ആസൂത്രിതമല്ലാത്ത ഒരു മെഡിക്കൽ കെയർ പ്ലാനിങ്, ഹബ്സാഡ് ഹബ്സാഡ് മെഡിക്കൽ കെയർ പ്ലാനിങ്. ആൻഡ് ഇൻഅഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. പിന്നെ എന്താണ്, ഫണ്ടിന്റെ ലഭ്യത ഇല്ല. For the health care centers are the amongst the main reason. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മോശം അവസ്ഥയ്ക്ക് കാരണം. ക്ലിയർ ആവുണ്ടോ പറയണത്? ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും പാരഗ്രാഫായിട്ട് ഇങ്ങനെ പറഞ്ഞേക്കണെയാണ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ബാക്കിത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ പാരഗ്രാഫ് ഒന്നും ഇരുന്ന് ഫുള്ള് ബൈക്കാട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നുള്ള ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് തരാം. ഏകദേശം ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കണ്ട. അപ്പൊ ഇത് ഈ പാരഗ്രാഫ് ഉള്ളത് ഫുള്ള് ബൈക്കാട്ട് ചെയ്യാനും നിൽക്കണ്ട. എന്താണ് അതിൽ പറഞ്ഞേക്കണം. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്ലാനിങ് ശരിയാണോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ വരണമെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റൽ പ്ലാനിങ് വേണം.
അതിനുള്ള കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴും നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ എവിടെയാണ് അർബൻ നഗരപ്രദേശങ്ങളാണ് കിട്ടുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അധികം ആ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നു ഇപ്പൊ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ കെയർ എന്ന് പറയുന്നത് ഏതാണ്, മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഒരു മോശം അവസ്ഥയിലേക്ക് വരാനുള്ള കാരണങ്ങളാണ് 3 പറഞ്ഞേക്കുന്നത്. അത് 3 നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. The current national health policy document was released in 2002. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The current ഇപ്പൊ നിലവിലെ നാഷണൽ ഹെൽത്ത് പോളിസി ഡോക്യുമെന്റ് റിലീസ് ചെയ്തത് 2002 with the award objectives to increase the current bed. എന്ത് ഉദ്ദേശത്തോടു കൂടിയാ? അതെങ്ങനെയാ? നമ്മുടെ മുൻകാലത്തിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തില് എന്തുകൂടി ചെയ്യാൻ വേണ്ടി? കറണ്ട് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ. കറണ്ട് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ കണ്ടോ, കറണ്ട് ബെഡ് ഈസ് ടു പോപ്പുലേഷൻ റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആ ജനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ബെഡ് വേണം, അത്രയും അവൈലബിൾ ആയിട്ടുള്ള ബെഡ് വേണം. പോപ്പുലേഷൻ എങ്ങനെയാണോ അതിന് അനുപാതികമായിട്ടുള്ള ബെഡ് കൊടുക്കണം കണ്ടോ, അത് ഇൻക്രീസ് ചെയ്യാൻ. ഇംപ്രൂവ് മെഡിക്കൽ കെയർ ഫെസിലിറ്റി, മെഡിക്കൽ കെയർ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എവിടെ? ഫോർ റൂറൽ ഏരിയാസില്, റൂറൽ ഏരിയാസിലെ മെഡിക്കൽ കെയർ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. ആൻഡ് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സർവീസ് ഇൻ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ. ഇപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റലുകളിലെ സർവീസ്, അവർ കൊടുക്കുന്ന ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. ആൻഡ് അതുപോലെ മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റല് അവർ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ. ഇതിനൊക്കെ ആയിട്ട് ആ ഉദ്ദേശത്തോടു കൂടി ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, ഇപ്പൊ നിലവിലെ നാഷണൽ ഹെൽത്ത് പോളിസി റിലീസ് ചെയ്ത് 2002 അതൊന്ന് നോക്കിയോട്ടെ, ആ കാരണങ്ങളൊന്ന് എഴുതി വെക്കാം. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ആ പോളിസി എന്ത് ഉദ്ദേശത്തോടു കൂടി വന്നതാ? കറണ്ട് ബെഡ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക, മെഡിക്കൽ കെയർ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുക എവിടെ? റൂറൽ ഏരിയയില്. പിന്നെ ക്വാളിറ്റി ഓഫ് സർവീസ് ഇംപ്രൂവ് ചെയ്യുക. 3 കാര്യങ്ങളും അവിടെയും അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ ഉള്ളൂ, ആ 3 അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പോപ്പുലേഷൻ റേഷ്യോ, കറണ്ട് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഇൻക്രീസ് ചെയ്യുക, മെഡിക്കൽ കെയർ ഫെസിലിറ്റീസ് ഫോർ റൂറൽ ഏരിയയിലേക്ക് ഉള്ള മെഡിക്കൽ കെയർ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, പിന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് സർവീസ് ഇംപ്രൂവ് ചെയ്യുക. ആ 3 കാര്യങ്ങൾ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു കറണ്ട് നാഷണൽ ഹെൽത്ത് പോളിസി 2002 റിലീസ് ചെയ്തു എന്നാ പറഞ്ഞത്. ഇനി the policy was revised in view of the experience gained. മുന്നേ പറഞ്ഞ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഈ പോളിസി കുറച്ചുകൂടി എന്ത് ചെയ്തു? അത് പരിഷ്കരിച്ചു. ആൻഡ് ഒരു ഫ്രഷ് നാഷണൽ ഹെൽത്ത് പോളിസി ആ വർഷം തന്നെ കണ്ടോ was released by the government in the year 2002 തന്നെ അതൊന്ന് പരിഷ്കരിച്ചിട്ട്. അപ്പൊ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തില് ഈ നയം പരിഷ്കരിച്ച ഒരു ഫ്രഷ് നാഷണൽ ഹെൽത്ത് പോളിസി 2002 തന്നെ എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. Many of the objectives of the revised policy are still embedded in the health planners. അപ്പൊ ഇപ്പൊ പരിഷ്കരിച്ചു എന്ന് പറഞ്ഞാലും ഈ പരിഷ്കരിച്ച നയത്തിലെ പല ലക്ഷ്യങ്ങളും കൈവരിക്കാൻ ആർക്ക് പറ്റിയിട്ടില്ല? ഹെൽത്ത് പ്ലാനേഴ്സിന് ഇന്നും സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ആ ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്ത് പോളിസി വന്നെങ്കിലും അതിലെ ലക്ഷ്യങ്ങൾ, അതിന്റെ മെനി ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്, അപ്പൊ അതിലെ പല ലക്ഷ്യങ്ങളും അത് കൈവരിക്കാനായിട്ട് ഇന്നും ഹെൽത്ത് കെയർ പ്ലാനേഴ്സിന് എന്ത് പറ്റിയിട്ടില്ല? സാധിച്ചിട്ടില്ല. ഓക്കെ, അത്രയാണ് ആ ഒരു ഇൻട്രഡക്ഷൻ പോലെ. ഇനി കുറച്ചുകൂടി ഉണ്ട്, എന്നാലും ഇൻട്രഡക്ഷന്റെ ഒരു ഓൾമോസ്റ്റ് ഭാഗം കഴിഞ്ഞ് ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ, എന്താ പറയുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ അല്ലേ? അത്രയും ആ ഒരു ഇൻട്രഡക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ